എൻ്റെ പേര് സിസ്റ്റർ ലിസി ജോൺ SH, താമരശ്ശേരി പ്രൊവിൻസ്. ഞാൻ 30 വർഷമായി ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട സിസ്റ്റർ മേഴ്സിയും ഞാനും സ്വരാജ്യത്തിൽ നിന്നും വിദേശ രാജ്യത്തേക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം പകർന്നു നൽകുവാൻ യാത്രയായി. പുതിയ ഭാഷ, അവിടുത്തെ കാലാവസ്ഥ, ഭക്ഷണം എന്നിവ ആദ്യകാലങ്ങളിൽ ഞങ്ങളെ ഒത്തിരിയേറെ അലട്ടിയെങ്കിലും ജ്യേഷ്ഠ സഹോദരിമാരുടെ സഹായത്താൽ അവയെല്ലാം തരണം ചെയ്യുവാൻ തിരുഹൃദയനാഥൻ ഞങ്ങളെ സഹായിച്ചു. അവിടെ ചെന്നതിന് ശേഷം ഓൾഡ് ഏജ് ഹോമിലും ഹോസ്പിറ്റലിലും പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് ഭാഷാ പഠനത്തിന് മുന്നേറി നേഴ്സിംഗ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുവാൻ തമ്പുരാൻ ഞങ്ങളെ രണ്ടുപേരെയും അനുവദിച്ചു. നീണ്ട വർഷങ്ങൾ ഞങ്ങൾ ആശുപത്രിയിലും ഓൾഡ് ഏജ് ഹോമിലും ജോലി ചെയ്തു. സിസ്റ്റർ മേഴ്സിക്ക് ഉൾവിളി ലഭിച്ചതിനെ തുടർന്ന് സെയിൽസ് വർക്ക്, അതായത് പാസ്റ്റർ വർക്കറായി ഉള്ള കോഴ്സ് മേഴ്സി വിജയകരമായി പൂർത്തിയാക്കുകയും അത് ചെയ്യുന്നതിൽ ഏറെ സന്തോഷവതിയുമായിരുന്നു. രോഗികളും വൃദ്ധരുമായ സഹോദരങ്ങൾക്ക് ഈശോയുടെ തിരുഹൃദയം പകർന്നു നൽകുന്നതിൽ മേഴ്സി ഏറെ സന്തോഷവും സംതൃപ്തിയുമായിരുന്നു. മേഴ്സിയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചത് പറയുകയാണെങ്കിൽ, ഈശോയുടെ വിളിയിലുള്ള സന്തോഷവും എല്ലാത്തിനെയും ഒരു സന്തോഷത്തോടെ, തന്മയത്തോടെ, തമാശ രൂപത്തിലെടുക്കുന്ന ഒരു സന്തോഷപ്രകൃതിയുള്ള വ്യക്തിത്വത്തിനുടമയായിരുന്നു ഞങ്ങളിൽ നിന്നും പിരിഞ്ഞ് ഈശോയുടെ തിരുസന്നിധിയിലേക്ക് പോയിരിക്കുന്ന സിസ്റ്റർ മേഴ്സി എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ചെറുപ്രായത്തിൽ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് അവിടുന്ന് തിരികെ വിളിച്ചതിൽ ഞങ്ങൾക്കേറെ ഖേദമുണ്ട്. ഞങ്ങളുടെ സമൂഹത്തിന്, ഞങ്ങളുടെ ഭവനത്തിന് വെളിച്ചവും പ്രകാശവുമായിരുന്നു കൊണ്ട് ഞങ്ങളെ എപ്പോഴും തമാശ പറഞ്ഞ് ചിരിപ്പിക്കുകയും നീണ്ട 30 വർഷം ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കുവാനും ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുവാനും നല്ല ഇടയൻ അനുവദിച്ചു. ഞാൻ ഈ നാട്ടിലായിരുന്ന സമയത്ത്, അവധിക്കൊന്ന സമയത്ത് തമ്പുരാൻ്റെ പദ്ധതി അനുസരിച്ച്, അവിടുത്തെ ഹിതമനുസരിച്ച് ഈശോ പറഞ്ഞു വിട്ട സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുപോവുകയുണ്ടായി. ജീവിതത്തിൽ ഒത്തിരിയേറെ സുഹൃത്തുക്കളെ തമ്പുരാനാണ് ജീവിതത്തിലേക്ക് ചേർത്ത് നൽകുന്നത്. തിരികെ എടുത്തുകൊണ്ട് പോകുന്നതിൽ അവിടുന്ന് അനുവാദം ചോദിക്കുന്നില്ല എന്നാണ് എനിക്ക് ഈ മേഴ്സിയുടെ വേർപാടിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. മേഴ്സി യേശുവിൻ്റെ സന്നിധിയിലായിരിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മേഴ്സിയുടെ ആത്മാവിന് വേണ്ടി ഈ ലോകത്ത് ആ മകൾ ചെയ്തു പോയ എല്ലാ കടങ്ങളും ക്ഷമിച്ചുകൊണ്ട് തമ്പുരാൻ്റെ തിരുമുഖം ദർശിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.